UDF അംഗങ്ങൾ വിട്ടുനിന്നതോടെ കാസർഗോഡ് പുല്ലൂർ പെരിയയിലും മലപ്പുറം തിരുവാലിയിലും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. പുല്ലൂർ പെരിയയിൽ കോൺഗ്രസ് BJP ധാരണയെന്ന CPIM ആരോപണം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ശരിവച്ചതോടെ പ്രാദേശിക നേതൃത്വം പ്രതിക്കൂട്ടിലായി. വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ RJD അംഗം UDF RMP ജനകീയ മുന്നണിക്കും വോട്ട് ചെയ്തു. കാസർഗോഡ് കല്യോട്ടെ ഇരട്ടക്കൊലപാതകത്തിന് ശേഷം UDF തിരിച്ചുപിടിച്ച പുല്ലൂർ പെരിയ പഞ്ചായത്തിലാണ് 9 UDF അംഗങ്ങളും ഒരു BJP അംഗവും വിട്ടുനിന്നത്. ഇതോടെ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം. CPIM ഉയർത്തിയ BJP ബന്ധമെന്ന ആരോപണം രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും ശരിവെച്ചു. വിട്ടുനിന്നതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നുന്നത് ഈ വിട്ടുനിന്ന 4 മെമ്പർമാരോടൊപ്പം BJPയുടെ മെമ്പർ കൂടി വിട്ടുനിന്നു. അപ്പോ ഒരു അന്തർധാര അവിടെ പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. UDFിലെ തർക്കം കാരണം മലപ്പുറം തിരുവാലിയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. LDFും UDF RMP ജനകീയ മുന്നണിയും 7 സീറ്റുകൾ വീതം നേടിയ വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ RJD അംഗം രജനി തെക്കേത്തയ്യൽ വോട്ട് മാറ്റി ചെയ്തതോടെ UDF RMP ജനകീയ മുന്നണിക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. മൂടാടി പഞ്ചായത്തിൽ അസാധുവായ LDF അംഗത്തിന്റെ വോട്ട് സാധുവായി പരിഗണിച്ചെന്നും UDF ആക്ഷേപമുന്നയിച്ചിട്ടുണ്ട്. പാലക്കാട് അഗളി പഞ്ചായത്തിൽ UDF അംഗം മഞ്ജു LDFിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി. 6 പതിറ്റാണ്ട് നീണ്ട UDF ഭരണത്തിന് പെരിങ്ങോട്ട് കുറിശ്ശിയിൽ AV ഗോപിനാഥിന്റെ IDFും LDFും ചേർന്ന് തിരശ്ശീലയിട്ടു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ മുണ്ടേരി പഞ്ചായത്തിൽ ഇടതംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ UDF വിജയിച്ചു. വയനാട് പൂതാടി പഞ്ചായത്തിൽ UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് തന്നെ അസാധുവായതോടെ ഭരണവും നഷ്ടമായി. റിപ്പോർട്ടർ, കോഴിക്കോട്.